എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി മാത്രമല്ല. ഞാൻ അന്നത്തെ എന്റെ ഒരു ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ് ഓർ വൈ ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായി. എല്ലാവർക്കും നമസ്കാരം. എലിസബത്ത്, നമ്മുടെ അണ്ണാച്ചി, പിന്നെ അമൃത സുരേഷ്, കുക്കു എല്ലാവരും കൂടി ഇപ്പൊ രംഗത്ത് വന്ന് അലങ്കോലമായിട്ട് നിൽക്കുകയാണ്. എടാ, നിങ്ങൾ പരസ്പരം അടിക്കുന്ന ഈ പരിപാടി നിർത്തടേ. എനിക്കുള്ള കാര്യം പറയാനുണ്ട്. പരസ്പരം അടിക്കുന്ന പരിപാടി നിർത്ത്. ചെളിവാരി അടിച്ചത് മതി. ആ അണ്ണാച്ചിക്കെതിരെ ഉള്ള കാര്യങ്ങൾ എക്സ്പോസ് ആക്കിയിട്ട് അണ്ണാച്ചിക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്ത് അണ്ണാച്ചിയെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പ് നോക്ക്. അല്ലാണ്ട് വന്നിരുന്നിട്ട് പരസ്പരം അടിക്കുന്ന പരിപാടി നിർത്ത്. 2 ദിവസം മുന്നേ, ഇന്നലെ മെഞ്ഞാന്നാൻ കണ്ട് എലിസബത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമൃതയ്ക്കെതിരെ. സീരിയസ്ലി ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഈ ഒരു സമയത്ത് നിങ്ങൾ പരസ്പരം അടിക്കണോ? ഓക്കെ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നേരത്തെ വിഷയങ്ങൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കാണും, എന്തോ ഉണ്ടാവട്ടെ, എന്തെങ്കിലുമൊക്കെ ആകട്ടെ. പക്ഷെ ഈ സമയത്ത് ആ ഒരു കേസും പറഞ്ഞ് നിങ്ങൾ പരസ്പരം അടിക്കണോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. പ്രത്യേകിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി വന്നിരുന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ. അതിൽ വളരെ നന്നായിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അഭിരാമി സംസാരിച്ചിട്ടുള്ളത്. എലിസബത്തിന് കിട്ടിയിട്ടുള്ള ഈ സപ്പോർട്ടിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. നല്ലതാ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് എലിസബത്ത് എന്താണ് ഇങ്ങനെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട്. ഞാൻ അതുകൊണ്ടാണ് ആ കോണ്ടന്റ് ചെയ്യാത്തത്. എനിക്ക് താല്പര്യം തോന്നിയില്ല. എന്തിനാ ഞാൻ എടുത്ത് ചെയ്യുന്നത്? ഇതൊക്കെ പരസ്പരം കിടന്ന് പഠിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും അടുത്തൊരാൾ വീണ്ടും മുന്നോട്ട് വരുന്നത്. കുക്കു FM അല്ല, കുക്കു വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ചെളിവാരി അടിച്ചതിന്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ അടിയും പഴക്കും എല്ലാം കൊണ്ടുകൊണ്ട് നമ്മുടെ അണ്ണാച്ചി അപ്പുറത്തിരുന്ന് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അത് വേറൊരു സത്യം. എന്തായാലും കുക്കു ആരംഭിച്ചാട്ടെ. അവർക്ക് ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ എന്തെങ്കിലും സംസാരിച്ച് എന്റെ കൊച്ചിന്റെ കസ്റ്റഡി വീണ്ടും ഒരു പ്രശ്നം ആവണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സൈലന്റ് ആയിട്ടിരുന്ന് ഉള്ളത് പറയാലോ. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ അവരന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നോണ്ടാണ് ഇന്നൊരു എലിസബത്ത് ഉണ്ടായത്. നാളെ വേറൊരു എലിസബത്തോ അമൃത സുരേഷോ ഉണ്ടാവണ്ടെന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റെ ട്രോമ ട്രിഗേർഡ് ആയവരാണ് ആ സമയത്ത്. ഇനി ഒരു പെണ്ണിന് ഈ സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചുള്ളൂ. പിന്നെ പുള്ളിക്കാരി പറയുന്ന പോലെ, എലിസബത്ത് ചേച്ചി പറയുന്ന പോലെ, എലിസബത്ത് ചേച്ചി അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്താ, എന്നെ അവർ പല പ്രാവശ്യം കേസ് കൊടുക്കാൻ ഫോഴ്സ് ചെയ്തു. അങ്ങനെ ഫോഴ്സ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോ ഏതോ മീഡിയ വഴി വോയിസ് ലീക്ക് ചെയ്തു. ഏതോ മെസ്സഞ്ചർ വഴി ആൾക്കാർക്ക് വോയിസ് അയച്ചു കൊടുത്തു. ഏത് മീഡിയ, ഏത് വോയിസ്? ചേച്ചി പറയുന്ന മീഡിയ ഞാനാണ് വന്ന് സംസാരിച്ചത്. ഞാൻ മീഡിയ അല്ല. എന്റെ പേര് കുക്കു എന്നാണ്. ഞാനത് വീണ്ടും പറയാം. ഞാൻ അന്നും വന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ സംസാരിച്ചത് ആക്ച്വലി സ്പീക്കിംഗ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി മാത്രമല്ല. ഞാൻ അന്നത്തെ എന്റെ ഒരു ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ് ഓർ വൈ ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു പോയിന്റ് മാത്രമായിരുന്നു എലിസബത്ത് ചേച്ചി. അല്ലാതെ എലിസബത്ത് ചേച്ചിയെ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല. സ്റ്റോപ്പ് കരോ കാര്യത്തിലോട്ട് വരാം. അതായത് അണ്ണാച്ചിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അണ്ണാച്ചിക്കെതിരെയുള്ള സാധനങ്ങളാണ് അന്നും കുക്കു എടുത്ത് അടിച്ചിട്ടുള്ളതും അതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അമൃത വന്ന് അടിച്ചതും അത് തന്നെയാണ്. എലിസബത്ത് വന്ന് അടിച്ചതും അത് തന്നെയാണ്. ഇങ്ങനെ അണ്ണാച്ചിക്കെതിരെയാണ് എല്ലാവരും സാധനങ്ങൾ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെങ്ങാണ്ട് എലിസബത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എലിസബത്തിനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് കുക്കു എന്ന് സംസാരിച്ചതായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. എലിസബത്തിന് അതെങ്ങനെ കണക്ട് ആയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കണക്ട് ആയി കാണും. മേ ബി തെറ്റിദ്ധാരണ ആയിരിക്കും. എന്തായാലും എലിസബത്തിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ തെറ്റിദ്ധാരണയുടെ പുറത്ത് നിൽക്കാണ്ട് അണ്ണാച്ചിക്ക് എതിരെയാണ് ഇവരെല്ലാവരും വന്നിട്ടുള്ളത്. അവർക്കറിയാന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു വരികയാണ്. ഈ സമയത്ത് ഒരു പ്രശ്നമുണ്ടാക്കി നിങ്ങൾ തമ്മിൽ തല്ലാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ അണ്ണാച്ചിക്ക് അവിടെ ഇരുന്ന് ചിരിച്ച് മറിയാനുള്ള വകുപ്പാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ അണ്ണാച്ചിയുടെ അടുത്ത് നിന്ന് അനുഭവിച്ചിട്ടുള്ള പീക്ക് ലെവൽ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾക്ക് അണ്ണാച്ചി നിയമപരമായി നടപടി നേരിടണം. ഇതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അണ്ണാച്ചി ഇനി അങ്ങോട്ട് ഇവിടെ കിടന്ന് വിലസണ്ട. അണ്ണാച്ചി ഇനി കൂടും എടുത്ത് അങ്ങ് പോയാൽ മതി. ഇവിടെ കിടന്ന് വിലസാൻ നിൽക്കണ്ട എന്നുള്ള സാധനമാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെ തമ്മിൽ തല്ലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളികാരി അടിപ്പ് ആർക്കും കാണണമെന്നൊന്നുമില്ല. അതിന്റെ ആവശ്യവും ഇവിടെ ഇല്ല. എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവർ മാക്സിമം എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഈ അണ്ണാച്ചിയെ പറ്റിയിട്ട്. ഇനി ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി എക്സ്പോസ് ചെയ്യാം. അതുകൊണ്ട് നിയമപരമായിട്ട് അണ്ണാച്ചിക്കെതിരെ പോകണം. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്തിനാ ഇനിയും എക്സ്പോസ് ചെയ്തിട്ടെന്ന്. ഇനി എക്സ്പോസ് ചെയ്യാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപരാധത്തിന്റെ പീക്ക് ലെവൽ അണ്ണാച്ചിയെ കുറിച്ചിട്ട് എക്സ്പോസ് ചെയ്ത്, അതുകൊണ്ട് ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതേ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്കെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വിമർശിക്കാം. ഓക്കെ, ബാക്കി എലിസബത്ത് ചേച്ചി ആയിരുന്നില്ല എന്റെ ടോപ്പിക്ക്. അപ്പോ എങ്കിലും ഞാൻ ചെയ്ത തെറ്റാണ്. എലിസബത്ത് ചേച്ചിയുടെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തു, ഞാൻ വന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് ട്രിഗേർഡ് ആവാൻ കാരണം അഭിരാമി ചേച്ചിയുടെ ഒരു വീഡിയോ കാരണമാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു കമന്റ് കാരണമാണ്.
ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത നീതി ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് ചേച്ചിക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിന് സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടല്ലേ പറഞ്ഞേ. അത് ചേച്ചിക്ക് അവർ ഇത്രയും 14 വർഷമായിട്ട് ആക്ച്വലി അവർ പറഞ്ഞാൽ എന്താ തെറ്റ്? കഴിഞ്ഞ 14 വർഷമായിട്ട് അവരിന്റെ പുറകെ കിടക്കുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ട്, ആൾക്കാരുണ്ട്, ഞങ്ങളുണ്ട് കൂടെയെന്ന്. പക്ഷെ ഇവരൊരു കേസിൽ വരുവാണെങ്കിൽ ഇവർക്ക് അത് വേണം. ഇവിടെ സ്വത്തിന് വേണ്ടി പോയോളാ, ഇവിടെ മറ്റോളാ, ഇവിടെ മറിച്ചോളാന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ അന്ന് അവരെ പിച്ച് ചീന്തി വരുന്നു. ഇത് കുക്കു പറഞ്ഞു വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അന്ന് പാപ്പു വന്ന സമയത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് പാപ്പുവിനെ ഇറക്കി എന്നുള്ളൊരു സംസാരമായിരുന്നു. പിന്നെ അമൃത വന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പറയുമ്പോഴും എല്ലാം ഇവര് പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അമൃത ആയാലും ഈ പറയുന്ന പാപ്പു ആയാലും സൈബർ അറ്റാക്ക് നേരിട്ടു. എന്നാൽ എലിസബത്ത് മുന്നോട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ സപ്പോർട്ട് പിന്തുണയും കൂടിയെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എലിസബത്തിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ടിന്റെ ഒരു 5% പോലും അമൃതയ്ക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് ജനങ്ങൾ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് അമൃത തെറ്റുകാരി അല്ല, അമൃത പറഞ്ഞതിൽ സത്യമുണ്ട്, വാസ്തവമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതാണ് വാസ്തവമായ ഒരു കാര്യം. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് അമൃതയ്ക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ അമൃതയും ഒരുപാട് രക്ഷപ്പെട്ടു പോയേനെ. പക്ഷെ അമൃതയ്ക്ക് കിട്ടിയിട്ടില്ല. സൈബർ ഇടങ്ങളിൽ നല്ലപോലെ സൈബർ അറ്റാക്കാണ് അമൃത നേരിട്ടത്. മറിച്ച് എലിസബത്തിന് നല്ല സപ്പോർട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അഭിരാമി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ചേച്ചിക്ക് അന്ന് അത്രയും സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, എന്നാൽ എലിസബത്തിന് അത് കിട്ടി, വളരെ നല്ല കാര്യം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എലിസബത്തിന് അത് ട്രിഗർ ആയി കാണാം. ഓ, എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിനക്കൊക്കെ അസൂയ എന്നുള്ളൊരു മൈൻഡിൽ ചിലപ്പോൾ ചിന്തിച്ചു കാണാം. മേ ബി, അറിയത്തില്ല എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ തല്ലാൻ നിൽക്കരുത് ഈ ഒരു സമയത്ത്. എനിക്കത് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമല്ല. ഇതെല്ലാം ബാക്കി അന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ആരുമില്ലായിരുന്നു. ഞാൻ പോലും ആണ് വന്നെങ്കിൽ പോലും ഞാൻ ആ പാപ്പുവിന്റെ ഒരു സീൻ കാരണം ഞാൻ വന്ന് സംസാരിച്ചു. അതിന് മുമ്പ് പോലും ആരും അവർക്ക് വേണ്ടി സംസാരിക്കാനോ സത്യം പറയാനോ ഉണ്ടായിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ നമ്മളത് പിന്നെ എടുത്തു വെച്ചിട്ട് ഇതാക്കി ബാഡാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ചേച്ചി അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ അമൃത ചേച്ചിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ചേച്ചി ഉണ്ടായിരുന്ന ഒരാളാണ്. ചേച്ചി മനഃപൂർവ്വം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. ചേച്ചിയുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചേച്ചിയും അതില് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നിട്ടും ഇങ്ങനൊരു അലിഗേഷൻസ് വരുമ്പോ, അതായത് ഓൾറെഡി അവർ 14 വർഷം എന്താ പറയാ കുറെ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്ത ആൾക്കാരാണ്. അവർ ചെയ്യാത്ത കാര്യങ്ങൾക്കും കുറെ സൈബർ ബുള്ളിങ് ഏറ്റെടുത്ത ആൾക്കാരാണ്. ഇപ്പൊ പിന്നെയും അത് ശരിയാണ്. അമൃതയൊക്കെ അല്ലെങ്കിൽ അമൃത, പാപ്പോ, അഭിരാമിയൊക്കെ സൈബർ ഇടങ്ങളിൽ നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ്ങിന് കൈ കണക്കൂല. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവരെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാതിരിക്കുക എനിക്ക് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് തോന്നിയില്ല. എലിസബത്ത് അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. സീരിയസ്ലി എലിസബത്തിനെ കുറ്റപ്പെടുത്തുകയല്ല. ഈ ഒരു സാഹചര്യത്തിൽ എലിസബത്ത് ഉറപ്പായിട്ട് അവർക്കെതിരെ പോയി നിൽക്കാണ്ടിരിക്കുക. എന്തിനാണ് അവരെ വീണ്ടും സൈബർ ഇടങ്ങളിൽ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്നത്? എനിക്ക് അവരുടെ ഭാഗത്ത് തെറ്റായിട്ട് തോന്നുന്നില്ല. നമ്മുടെ അണ്ണാച്ചിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. അണ്ണാച്ചിയാണ് ഇവിടുത്തെ മെയിൻ എതിരാളി. അതാദ്യം മനസ്സിലാക്കുക. അണ്ണാച്ചി ചെയ്തിട്ടുള്ള കാട്ടാപ്പുകളാണ് നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു തമ്മിൽ തല്ല് ഒട്ടും ഫെയർ അല്ല. ഇട്ടുകൊടുത്ത പോലെ ഒരു സീൻ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവും ചേച്ചി എന്താണ് പറഞ്ഞത്, എന്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ കാണുന്നവരങ്ങനല്ല വിചാരിക്കുന്നത്. മറ്റേ വയ്യാതെ പറഞ്ഞ എലിസബത്ത് ജെന്യൂൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അവള് മറ്റേ മീഡിയ വഴി എവിടെ എടുത്ത് പുറത്തിട്ടു. ഒരു സാധനം എവിടെയും വന്നിട്ടില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞാല് ഓരോ ഓടി ഏത് മീഡിയ എവിടെ വന്നു, ഞാൻ വന്ന് പറഞ്ഞൊരു കാര്യമില്ലാതെ എവിടെ ഒരു കാര്യം മോശമായിട്ട് വന്നിട്ടില്ല. അവിടെ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്ത് എനിക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം, ആ ഒരു വ്യക്തി, ആ ഒരു പ്രമുഖ നടൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ എഗെയിൻസ്റ്റ് എന്ന് സംസാരിക്കുന്ന ആൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ വീട്ടിൽ തോക്കൊക്കെ ആയിട്ട് പോയി സംസാരിക്കണമെന്നൊക്കെ പറയുകയാണെങ്കിൽ അയാളുടെ ഒരു പവർ അത് വേറെ ലെവലാണ്. അപ്പൊ എന്നെ പോലെ വേറൊരു ചെള്ളു പെണ്ണ് വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നാളെ എന്റെ നെഞ്ചത്ത് എന്റെ ഫാമിലിക്ക് ഉണ്ടാവാൻ പോകുന്ന നാളെ എനിക്ക് വെടികൊണ്ട് ഞാൻ ചാവായിരിക്കാം. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ചേച്ചി മറ്റേ വണ്ടി എന്തോ സീനൊക്കെ ആയി ആരും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചേച്ചി പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ്. അന്ന് ഞാൻ എന്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഞാൻ വന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സത്യാവസ്ഥ ഞാൻ വന്ന് വിളിച്ചു പറയുന്നത്. മിക്കവാറും കുക്കുവിനും ഡിഷും ഈ അവസ്ഥ ഉണ്ടാവും. അണ്ണാച്ചി പെരിയ ആള് അങ്ങ് എന്ത് പിടി എന്തോ തമിഴ്നാട്ടിൽ ഇലക്ഷനൊക്കെ നിർത്തി വെക്കാൻ പറ്റുന്ന സെറ്റപ്പിലുള്ള ആളെന്നൊക്കെയാണ് പറയുന്നത്. ഓർമ്മ ഉണ്ടാവുമല്ലോ. ഞാൻ ഇനി പ്രത്യേകിച്ച് അണ്ണാച്ചിയെ കുറിച്ച് പറയണ്ട. അതുകൊണ്ട് അണ്ണാച്ചിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭീഷണിയാണ് വരുന്നത്, സ്വാഭാവികം. നമുക്ക് നോക്കാം. പക്ഷെ നിങ്ങൾ തമ്മിൽ തല്ലാതെ നിൽക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ച് ഈ ഒരു സംഭവം സംസാരിച്ച് നിങ്ങൾ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് അവിടെ നിന്ന് അണ്ണാച്ചിയെ സേഫ് ആക്കാൻ നിൽക്കരുത്. അണ്ണാച്ചി അവിടെ ഇരുന്ന് ചിരിഞ്ഞമിങ്ങിയിരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് സത്യാവസ്ഥ. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റാൻഡം ആയിട്ടൊരു എന്താ പറയാ എലിസബത്ത് ഇതിനെ പറ്റിയോ അമൃത സുരേഷിനെ പറ്റിയോ ചിന്തിച്ചിട്ട് മാത്രമല്ല.
നാളെ ഒരു പെൺകുട്ടി, അത് ചേച്ചിയുടെ വീഡിയോയിൽ ഇപ്പൊ വന്ന് പറയുന്നത്, ഇന്നോ ഞാനോ അനുഭവിച്ചു, ഇനി വേറൊരാൾക്ക് ഈ ഒരു ഗതി വരണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ചേച്ചി പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഞാൻ അന്നേ ചിന്തിച്ചു. നാളെ ഒരാൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ അവിടെ ഇവിടെ തൊടാതെയാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പൊ ചേച്ചി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, ഞാൻ അത് വീണ്ടും പറയുന്നില്ല. പക്ഷെ അതിനകത്ത് മുൻ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് എലിസബത്ത് ആണോ അമൃതയാണോ എന്ന് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കുറെ വേറെ ന്യൂസ് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള സാധനം. അത് നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ട വീണ്ടും മനസ്സിലാവും. അല്ലാതെ എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി അല്ലെങ്കിൽ ആ ചേച്ചി ആയിരുന്നില്ല എന്റെ വിഷയം. എന്റെ വിഷയം ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യുക, അതാണ് എന്റെ മോട്ടീവായിട്ട് ഞാൻ അന്ന് കണ്ടത്. അത് ഇപ്പൊ ചേച്ചി പ്രൈവസി ബ്രീച്ചിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ മുമ്പേ ഒരു ക്രൈം നടക്കുന്നു, എന്റെ മുമ്പേ ഒരാൾ ഒരു പെങ്കൊച്ചിനെ ഇട്ട് റേപ്പ് ചെയ്യുന്നു, അത് അവരുടെ പ്രൈവസി ബ്രീച്ചിങ് അല്ലേ, എന്നാ പിന്നെ ഞാൻ അവഴി പോയേക്കാവുന്നതാണ് ഞാൻ ഓർക്കുന്നത്. പോലീസിനെ വിളിക്കാമോ ചെയ്യുക? ഞാൻ പോലീസിനെ വിളിക്കും. അവിടെ എനിക്ക് ജസ്റ്റിസ് ഇല്ല. സോറി നോട്ട് ജസ്റ്റിസ്. അവിടെ എനിക്ക് മറ്റേ പ്രൈവസി ബ്രീച്ചിങ് ജസ്റ്റിസോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റിസ് ആണ്, മറ്റേ പ്രൈവസി ബ്രീച്ചിങ് അല്ല. ഞാൻ എന്റെ പ്രൈവസി അവരുടെ പ്രൈവസി അല്ലേ നോക്കരുതെന്നാണോ നമ്മൾ ചിന്തിക്കുക? അല്ല, നമ്മളവിടെ പോലീസിനെ വിളിക്കും, പോലീസിനെ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യും. ഞാൻ കുറച്ചും കൂടി ഒരു ഇവിടെ ഞാനും നിങ്ങൾ അടങ്ങുന്ന ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എലിസബത്തിന് നീതി കിട്ടുക. എലിസബത്തിനോട് ഇത്രയും ക്രൂരമായി പെരുമാറിയ ഒരു നാറി, ആ നാറിക്കെതിരെ നടപടിയെടുക്കണം, അവന് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരുടെ ആഗ്രഹം. അതുപോലെ തന്നെ അമൃതയ്ക്കും നീതി കിട്ടണം. അമൃതയെ അനുഭവിച്ചിട്ടുള്ള പീക്ക് ലെവൽ കാര്യങ്ങളുണ്ട്. എന്തിന് പാപ്പു അടക്കം വന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നാരും അവരെ മൈൻഡ് ചെയ്തില്ല, എല്ലാവരും കളിയാക്കി സൈബർ അറ്റാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് അമൃത പറഞ്ഞതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അത് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിസബത്തും കൂടി മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് അത്യാവശ്യം കാര്യങ്ങൾ പിടിയിട്ടുള്ളത്. അതിന്റെ ഇടയിൽ നിങ്ങൾ അടി കൂടരുതേ മക്കളെ, എനിക്കത് പറയാനുള്ളൂ. അണ്ണനോട് ഒന്നും തോന്നരുത്. ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് തെറിച്ചെറിച്ച് പറയുന്നത് എനിക്ക് എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ഒരാളാണ്. എനിക്ക് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ എന്റെ ഒരു ഗിൽറ്റ് ഫീൽ കാണണം. എന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുറെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആൾക്കാർ പിന്നെയും അവരെ അതിൽ വലിച്ചിട്ട് അവരിത് അനുഭവിക്കും നമ്മൾ കാണുമ്പോൾ. അഭിചേച്ചി ചെയ്ത വീഡിയോ നിങ്ങൾ വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും മോശമുണ്ടോ എന്ന് നമ്മുടെ ജനങ്ങളായ ആൾക്കാരോട് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതേപോലെ എലിസബത്ത് ചേച്ചി ആണെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണും, ഒന്നുകൂടെ എടുത്ത് ഈ ഇപ്പൊ ഞാൻ തരുന്ന എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചേച്ചി ആ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചിട്ട് കാണും. അതിനകത്ത് അഭിചേച്ചി ചേച്ചിയോട് താങ്ക് യു പറയുന്നത്. ഞങ്ങളെ കൊണ്ടോ പറ്റിയില്ല, ചേച്ചിക്കെങ്കിലും പറ്റിയാലും നന്ദിയുണ്ടെന്ന് അവർ പറയുന്നത്. സത്യം, അഭിരാമി അതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കോ നീതി കിട്ടിയില്ല, നിങ്ങൾക്കെങ്കിലും നീതി കിട്ടട്ടെ. നമുക്കോ ജനങ്ങളുടെ സപ്പോർട്ടില്ല, നിങ്ങൾക്കെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, നല്ല കാര്യം, സന്തോഷമാണ് എന്നാണ് എല്ലാവരും ഒക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ എനിക്ക് ഈ അമൃതയുടെയും അഭിരാമിയുടെയും പാപ്പുവിന്റെയും ഭാഗത്തൊന്നും ഒരു തെറ്റും കാണാൻ സാധിച്ചിട്ടില്ല, തെറ്റ് കണ്ടിട്ടില്ല. ഞാൻ തെറ്റ് കണ്ട തെറ്റെന്ന് പറയും. ഇപ്പൊ എലിസബത്തിന്റെ ഭാഗത്ത് എലിസബത്ത് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നിട്ടാണ് ആ ഒരു വിഷയം അങ്ങനെ സംസാരിച്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാടെ. ഇതിന്റെ പേരിൽ ഇനി എന്നെ പഞ്ഞി കിട്ടാല് നെവർ എവർ മൈൻഡ് ആ ഒരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, എലിസബത്ത് ഈ ഒരു സമയത്ത് ഈ ഒരു ഫൈറ്റ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ പരസ്പരം തല്ലുന്നത് നിർത്തിയിട്ട് ആ അണ്ണാച്ചിയെ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പുറത്താക്കി നിയമപരമായിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. എനിക്കിതാണ് പറയാനുള്ളത്. പുതിയൊരു വീഡിയോ ഇടണം.